ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോകൾക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബോർഡർ കൊടുക്കുന്നത് എന്നാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. ഞാൻ ഫോട്ടോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇതിലാണുള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെയർ ആക്കുന്നു. നിങ്ങളുടെ ലെയർ ആണെങ്കിൽ ഓക്കെ, ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എഡിറ്റിൽ വന്നതിന് ശേഷം ഇമേജിൽ വന്നതിന് ശേഷം ഈ ക്യാൻവാസ് സൈസ് എന്നത് ക്ലിക്ക് ചെയ്യണം. ഇതിൻ്റെ ഷോർട്ട് കട്ട് Alt+Ctrl+C ആണ്. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഞാനിവിടെ എനിക്ക് ഈസിക്ക് വേണ്ടി ഞാനിവിടെ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വാല്യൂ ഞാനിവിടെ 1 കൊടുക്കുന്നു. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ 1 കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഫോട്ടോക്ക് വെളിയിലായിട്ട് ഇതുപോലെ ഒരു ഇത് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ന്യൂ ലെയർ ആഡ് ചെയ്യുന്നു. ഇതിവിടെ വന്നു കഴിഞ്ഞു. ഇനി ആ നമ്മൾ ആഡ് ചെയ്ത ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റിൽ വരിക, ഫിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ബോർഡർ ഏത് കളറാണോ ആവശ്യം, ഉദാഹരണത്തിന് ഞാനിവിടെ ബ്ലൂ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല. ഈ ലെയർ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിന് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡർ വന്നായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബോർഡർ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ താഴെയുള്ള ലെയർ സെലക്ട് ചെയ്ത് എഡിറ്റിൽ വന്ന് ഫില്ല് കൊടുക്കുക, വീണ്ടും കളറിൽ വരിക. ഞാനിവിടെ വൈറ്റ് ആക്കി കൊടുക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഇതാ ബോർഡർ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം അത് സേവ് ചെയ്ത് എടുക്കാം. സേവ് ആയി കഴിഞ്ഞു. ഇനി അത് രണ്ടും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.